അതുല്യ പ്രതിഭകൾക്കും പൊതുപരീക്ഷാ വിജയികൾക്കും ആദരവും അനുമോദനവും നൽകി കാഞ്ഞങ്ങാട് അതിയാമ്പൂരിലെ അരിയാല ബ്രദേഴ്സ്. മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം തൃക്കരിപ്പൂരിലെ എം സുരേഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട് ആൻഡ് നീലേശ്വരം. ദേശീയ സംസ്ഥാന ജില്ലാതലങ്ങളിൽ മികവ് തെളിയിച്ച് നാടിന്റെ അഭിമാനമായി മാറിയ താരങ്ങൾക്കും കഴിഞ്ഞ അധ്യയന വർഷത്തെ പൊതുപരീക്ഷകളിൽ വിജയിച്ച നാട്ടിലെ വിദ്യാർത്ഥികളെയുമാണ് കാഞ്ഞങ്ങാട് അതിയാമ്പൂരിലെ സൗഹൃദ കൂട്ടായ്മയായ അരിയാൽ ബ്രദേഴ്സ് ആദരിക്കുകയും അനുമോദിക്കുകയും ചെയ്തത്. മേലാങ്കോട്ടെ SS കലാമന്ദിരത്തിൽ വെച്ച് നടത്തിയ പരിപാടി കാസർഗോഡ് ജില്ലക്കാരൻ കൂടിയായ മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം എം സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം അരിയാൽ ബ്രദേഴ്സിന്റെ ഒരു പ്രോഗ്രാമിന് വരാൻ പറ്റിയത് അത്യാവശ്യം നമ്മുടെ ആദ്യത്തെ രാജ്യത്തിൻ്റെയും കേരളത്തിൻ്റെയും നമ്മുടെ ജില്ലയുടെ അഭിമാനമായ ആളുകൾക്കൊരു ആദരിക്കുന്ന ഒരു ചടങ്ങിൽ വരാൻ പറ്റുന്നതിന് സന്തോഷമുണ്ട്. കാരണം എന്ന് വെച്ചാൽ മാളവിക പെൺകുട്ടികൾക്ക് എൻ്റെ ആദ്യത്തെ കുട്ടിയാണ് ഫുട്ബോൾ പ്ലെയറാണ് കാസർഗോഡ് ജില്ല. ഞാനും കാസർഗോഡ് ജില്ലയുടെ ആദ്യത്തെ ഫുട്ബോൾ പ്ലെയറാണ് സീനിയറിൻ്റെ കളിച്ചത്. രണ്ടുപേരും ഒരു രീതിയിൽ കിട്ടാൻ പറ്റുന്ന വളരെ സന്തോഷം ചെയ്യുന്ന കാര്യമാണ്. അതിന് പ്രത്യേകിച്ച് അരിയാൽ ക്ലബിനോട് നന്ദി ഞാൻ അറിയിക്കുന്നു. 26 വർഷങ്ങൾക്ക് ശേഷം സീനിയർ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൽ ഇടം നേടിയ അതിയാമ്പൂരിലെ മാളവിക വൈകല്യങ്ങളെ തോൽപ്പിച്ച് ദേശീയ സംസ്ഥാന തലങ്ങളിൽ നിരവധി സമ്മാനങ്ങൾ നേടിയ ഗായിക അതിയാമ്പൂരിലെ വൃന്ദാരാജൻ അനുമോദനങ്ങൾക്ക് അനിതര സാധാരണവും ആകർഷകവുമായ ഉപഹാരങ്ങൾ നിർമ്മിച്ചു നൽകിയ ശ്രദ്ധേയനായ മധുബംഗളം എന്നിവരാണ് ആദരവ് ഏറ്റുവാങ്ങിയത്. ഇവരോടൊപ്പം കലാകായിക മേഖലയിൽ കഴിവ് തെളിയിച്ചവരും കഴിഞ്ഞ അധ്യയന വർഷത്തെ SSLC+2 പരീക്ഷാ വിജയികളായ 23 പേരും അനുമോദനവും ഏറ്റുവാങ്ങി. പരിപാടിയിൽ കൂട്ടായ്മ പ്രസിഡന്റ് KV മധുസൂദനൻ അധ്യക്ഷനായി. ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ N വേണുനാഥൻ, ഇതേ സ്കൂളിലെ മുൻ പ്രിൻസിപ്പൽ N ഗോപിനാഥൻ, കൂട്ടായ്മയുടെ രക്ഷാധികാരി M രാഘവൻ, സാംസ്കാരിക പ്രവർത്തകരായ K ബാലകൃഷ്ണൻ നായർ, MK ബാലകൃഷ്ണൻ, കൂട്ടായ്മ സെക്രട്ടറി TV വിനോദ് എന്നിവർ സംസാരിച്ചു. M സുരേശൻ സ്വാഗതവും സത്യൻ മേലാങ്കോട്ട് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.